കാറ്റത്തെ കിളിക്കൂടിലെ പുതിയൊരു എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ സുഭാഷും അനിയന്മാരാണെങ്കിൽ നമ്മൾ സുധീഷ് പറഞ്ഞ സ്ഥലം നോക്കി പോകുക കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ദേഷ്യത്തിലാണെങ്കിൽ നമ്മൾ ഹരീഷാണെങ്കിൽ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചായിരുന്നല്ലോ. ആ സമയത്ത് നമ്മൾ നീതു ആണെങ്കിൽ നമ്മൾ ഹരീഷിന് വോയിസ് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നീ ആരോടാ കറങ്ങുന്നതെന്നൊക്കെ എനിക്ക് അറിയണമെന്നൊക്കെ പറഞ്ഞിട്ട് വോയിസ് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാനൊരു ഡിസ്റ്റർബൻസ് ആയതുകൊണ്ടാണോ നീ ഫോൺ കട്ടാക്കിയിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നീതു ആണെങ്കിൽ നമ്മൾ ഹരീഷിന് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നിധി ആണെങ്കിലും ടെൻഷനോടെ ഇങ്ങനെ റൂമിലൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഗുണ്ടകളാണെങ്കിൽ നമ്മൾ സുധീഷിനെയും കൂടെ രക്ഷപ്പെടാൻ നോക്കുന്ന സമയത്താണെങ്കിൽ അവർ ഒരു റോഡിലൊരു സൈഡ് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ഹരീഷിൻ്റെ വണ്ടിയിലാണെങ്കിൽ തട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സുഭാഷാണെങ്കിൽ ഇറങ്ങി വന്നിട്ട് ഗുണ്ടകളുമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് അടിയുടെയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേ രീതിയിൽ തന്നെ ആ ഗുണ്ടയാണെങ്കിലും തിരിച്ച് നമ്മൾ സുഭാഷിൻ്റെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഹരീഷാണെങ്കിലും നികേഷാണെങ്കിലും പറയും വിട്ടേരേട്ടെ എങ്ങനെയുള്ളവരാണെന്ന് നമുക്കറിയാൻ വയ്യല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ പിന്നെ അവർ കൂട്ടത്തിലുള്ള ഒരാളാണെങ്കിൽ വന്ന് പോട്ടെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ അവർ കൊണ്ട്. ആ സമയത്ത് നമ്മൾ സുധീഷാണെങ്കിൽ നമ്മൾ സുഭാഷിനെയും അനിയന്മാരെയൊക്കെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ വന്ന് വീണ്ടും സുധീഷിനെ കൊണ്ടുപോകാൻ വേണ്ടി പോകുന്ന സമയത്താണെങ്കിൽ ഒരു വണ്ടിയിൽ കയറാൻ നേരത്താണെങ്കിൽ നമ്മൾ സുധീഷാണെങ്കിൽ അയാളെ ചവിട്ടിയൊക്കെ ഇട്ടിട്ടാണെങ്കിൽ പുറത്തോട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ നികേഷ് ആണെങ്കിൽ നമ്മൾ സുധീഷിനെ കാണുന്നുണ്ട്. അങ്ങനെ നികേഷ് പറയുന്നുണ്ട് സുഭാഷ് ചേട്ടാ അതുകൊണ്ട് സുധീഷ് ചേട്ടൻ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സുഭാഷ് വയ്ക്കുന്നുണ്ട് എവിടെയാന്ന് പറഞ്ഞിട്ട് വന്ന് നോക്കുമ്പോഴത്തേക്ക് ആ വണ്ടി അങ്ങ് വിട്ടുപോകും. അപ്പോൾ ഇവരാണെങ്കിൽ അതിൻ്റെ പിറക്കെ ഇവരും ആ വണ്ടിയുടെ പിറക്കെ തന്നെ പോകുന്നു. അങ്ങനെ അവർ ആ വണ്ടിയാണെങ്കിൽ ചേസ് ചെയ്തൊക്കെ പിടിച്ചിട്ടാണെങ്കിൽ ഭയങ്കരമായിട്ട് അടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ പിന്നെ സുഭാഷ് ആണെങ്കിലും ഹരീഷ് ആണെങ്കിലും അതുപോലെ നമ്മൾ നികേഷൊക്കെ ആണെങ്കിലും ഗുണ്ടകളെ നല്ല അടിച്ചൊക്കെ ഓടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നികേഷ് ആണെങ്കിൽ ഓടി വന്നിട്ട് നമ്മൾ സുധീഷിനെ ആണെങ്കിലും വണ്ടിയിൽ നിന്ന് കെട്ടൊക്കെ അഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ ഹരീഷ് ആണെങ്കിലും അതുപോലെ സുഭാഷ് ആണെങ്കിലും എല്ലാം വന്നിട്ടാണെങ്കിലും പിന്നെ നമ്മൾ സുധീഷ് എല്ലാവരും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ അവരെല്ലാവരും കൂടെ ഇറങ്ങി തന്നെ പിന്നെ പോയിട്ട് ഗുണ്ടകളെ നല്ല അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മൾ സുധീഷ് ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് ആരാടാ എന്നെ പിടിച്ച് വയ്ക്കാൻ വേണ്ടി പറഞ്ഞത്, നിനക്കൊക്കെ ഞാൻ എങ്ങനെയാണ് ഞാൻ ആ വന്ന വഴിയും ആ കറക്റ്റ് സമയത്ത് ഞാൻ ആ വഴി കൂടെ വരുമെന്നൊക്കെ നിനക്കൊക്കെ ആരാടാ ഇൻഫോം ചെയ്തെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ ഈ ഗുണ്ടയാണെങ്കിൽ ഒന്നും പറയത്തില്ല. അങ്ങനെ നമ്മൾ സുധീഷാണെങ്കിൽ വീണ്ടും അയാൾ അടിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അയാൾ പറയും എന്നെ അടിക്കല്ലേ, എനിക്ക് അറിയത്തില്ല ആരാ എനിക്ക് വിളിച്ചെന്നൊരു ഫോൺ കോൾ കൊട്ടേഷൻ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ആണെങ്കിൽ നമ്മൾ സാന്ദ്ര കേട്ടോ. അപ്പോൾ സാന്ദ്ര ആണെങ്കിൽ അടുക്കളയിൽ ഇങ്ങനെ ചായയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഹേമ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് സാന്ദ്ര ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് ചായ വേണമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് വേണ്ട മോളെ എനിക്ക് എന്തോന്ന് അറിയത്തില്ല ഭയങ്കര തലവേദന, ഒരു കോഫി മതി എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഹേമയാണെങ്കിൽ അവിടെ നിന്ന് പോകും കേട്ടോ. പോകുന്ന സമയത്ത് വന്ന് കഥയൊക്കെ തുറന്നിട്ടാണെങ്കിൽ പാലൊക്കെ എടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്താണെങ്കിൽ അവിടെ പത്രം വായിച്ചിട്ട് ഒരാൾ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഹേമയാണെങ്കിൽ പേടിച്ചു. അപ്പോൾ ഹേമയ്ക്ക് ആരാ ഇത് രാവിലെ വന്നിട്ട് ഇവിടെ വീണ്ടും ഫ്രണ്ട് ഇരിക്കുന്ന ആരാന്നൊക്കെ ചോദിച്ച് വയ്ക്കുമ്പോഴത്തേക്കും നമ്മളെ സുധീഷാണെങ്കിൽ പത്രം മാറ്റുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ഹേമയാണെങ്കിൽ ആകെ ഷോക്കായിട്ടാണെങ്കിൽ ഹേമയാണെങ്കിൽ പാലും പത്രമൊക്കെ അവിടെ തറയിട്ടിട്ട് അകത്തോട്ട് ഓടും കേട്ടോ. ആ സമയത്ത് നമ്മൾ സാന്ദ്രയാണെങ്കിൽ കോഫിയൊക്കെ കൊണ്ടുവരുന്നത് നമ്മൾ ഹേമയാണെങ്കിൽ അതെല്ലാം തട്ടിക്കളഞ്ഞിട്ട് നമ്മൾ സാന്ദ്ര അടുത്ത് ചോദിക്കും അരുൺ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ സാന്ദ്ര അരുണേട്ടൻ റൂമിലുണ്ടെന്ന് പറയുമ്പം ഹേമ പറയുന്നത് പെട്ടെന്ന് അരുണിനെ വിളിക്കാനൊക്കെ പറയും. അങ്ങനെ ഓടിപ്പോയിട്ടാണെങ്കിൽ കതവിനെ തട്ടും രാജുവേട്ടാ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ രാജീവനാണെങ്കിൽ പുറത്ത് വരുന്ന സമയത്താണെങ്കിൽ ഹേമ പറയുന്നുണ്ട് രാജുവേട്ട അവിടെ മുൻവശത്ത്. അപ്പം നമ്മൾ രാജീവൻ ചോദിക്കും എന്താ പ്രശ്നം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ആ രാജീവേട്ടൻ ഒന്ന് വന്ന് ഫ്രണ്ടിലോട്ട് നോക്കുന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ സുധീഷാണെങ്കിൽ നല്ല മാസ് എൻട്രി കണക്ക് അകത്തോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. ഞാനാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ നിധിയൊക്കെ ആണെങ്കിലും മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നിട്ട് സുധീഷ് എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ സുധീഷാണെങ്കിൽ എന്തോ മനസ്സിൽ കരുതി ഉറപ്പിച്ച് കണക്ക് അവരെ ഫ്രണ്ടിലോട്ട് നടന്നൊക്കെ ചെല്ലുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ അരുണാണെങ്കിൽ വന്നിട്ട് ചോദിക്കും എവിടെയാണ് എൻ്റെ കാശും പണവും എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ സുധീഷിൻ്റെ കോളർ കയറി പിടിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മൾ രാജീവും പറയുന്നുണ്ട് വീട് അരുൺ എങ്ങനെയാണ് ഒരാളെ വീട്ടിൽ കയറി വരുന്ന സമയത്ത് അവരെ കോളറാണ് പിടിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ നമ്മൾ അരുണിന് വഴക്ക് പറയുന്ന കണക്കൊക്കെ നമ്മുടെ രാജീവ് അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മൾ രാജീവും പറയുന്നുണ്ട് അവനാണെങ്കിൽ പൈസയും സ്വർണ്ണമൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവന് എത്ര ധൈര്യത്തിൽ ഇങ്ങോട്ട് വീട്ടിലോട്ട് വന്ന് കയറത്തില്ലല്ലോ എന്നൊക്കെ മറ്റേ നമ്മളെ നിധിയെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയൊക്കെ പറയുന്നുണ്ട്. രാജീവും ചോദിക്കുന്നുണ്ട് നീ എവിടെയായിരുന്നു സുധീഷ് എന്നല്ല, നീ ആണെങ്കിൽ രാത്രി ഇങ്ങോട്ട് വന്നത് പോലും ഇല്ലല്ലോ, അതുകൊണ്ടല്ലേ ഇങ്ങനെ തെറ്റിദ്ധരിച്ചെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ നിധി പറയുന്നുണ്ട് എവിടെയായിരുന്നു സുധീഷ്, ഞാൻ എത്ര വട്ടം ഞാൻ ഫോൺ വിളിച്ചു, ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ, എവിടെയായിരുന്നൊക്കെ ഭയങ്കര സങ്കടത്തോടെ നമ്മളെ നിധിയാണെങ്കിലും സുധീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. നിധിയാണെങ്കിലും സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇവിടെ സ്വർണ്ണവും പണമല്ല ഇയാൾ എടുത്തുകൊണ്ട് പോയെന്ന് അവർ പറയുന്നത്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ സുധീഷ് ആണെങ്കിൽ ഇല്ലെന്നും പറഞ്ഞ് തലയാട്ടയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നിധി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ സുധീഷ് അങ്ങനൊന്നും ചെയ്യത്തില്ല എന്ന്, ഞാൻ എത്രയും വട്ടം നിങ്ങൾ പറയുമ്പോഴും ഞാൻ പറഞ്ഞതാ, സുധീഷ് ഇങ്ങോട്ട് വരത്തില്ല, സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി സുധീഷിൻ്റെ വീട്ടുകാരാണെങ്കിലും കൊള്ളത്തില്ല, പിന്നെ അവരാണെങ്കിൽ രാത്രി നാടുടക്കുമെന്നൊക്കെ അല്ലേ നിങ്ങൾ പറഞ്ഞത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സുധീഷ് ആണെങ്കിൽ ഇപ്പോൾ ഇത്രയും ധൈര്യത്തോടെ
ഇങ്ങോട്ട് വരുമെന്നൊക്കെ നമ്മളെ നിധി ചോദിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ നമ്മൾ സുധീഷാണെങ്കിൽ നമ്മുടെ നടന്ന സംഭവങ്ങൾ സുധീഷ് വീട്ടിൽ നിന്ന് പോയിട്ട് അവിടെ പിന്നെ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയ കാര്യങ്ങളെല്ലാം നമ്മളെ നീതിയെടുത്താണെങ്കിൽ എല്ലാ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അരുൺ പറയുന്നുണ്ട്, പിന്നെ നേരം വിളക്കുന്ന സമയത്ത് നീ നിനക്ക് പറഞ്ഞാൽ വിശ്വസിക്കാത്ത കഥയായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഞങ്ങളെല്ലാവരും വിശ്വസിക്കുമെന്ന് ചോദിച്ചിട്ട് നമ്മൾ അരുണാണെങ്കിൽ അടങ്ങാതെ വീണ്ടും സുധീഷിൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. ആ സമയത്ത് നിധിയെടുത്ത് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നീയും ഇവൻ പറഞ്ഞ കഥയൊക്കെ വിശ്വസിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ രാജീവും പറയുന്നുണ്ട്, ഓ ഇവനാണെങ്കിൽ നശിപ്പിക്കുമല്ലോ, ഇനി വീണ്ടും അവനിക്ക് ഒന്നാതെ സംശയമില്ല നമ്മളെ, വീണ്ടും ഇവൻ ഓരോന്ന് പറഞ്ഞു ഇനി അവൻ ഇനി ഓരോ പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ നമ്മൾ രാജീവൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ സുധീഷാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്ക് കണ്ണൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഇടയ്ക്ക് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും അരുൺ ഓരോന്ന് പറയുന്ന സമയത്ത് നിധിക്ക് ദേഷ്യം വന്നിട്ട് നിധി പറയുന്നുണ്ട്, ഇനി മേലെ ഇനി കുറ്റം പറഞ്ഞോല്ലോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ സുധീഷ് ഇവിടെ വരുമോ, എന്തൊക്കെയായിരുന്നു ഇന്നലെ തൊട്ട് ഇവിടെ കിടന്ന് പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അരുണാണെങ്കിൽ നിധിയെടുത്താണെങ്കിൽ ദേഷ്യം സംസാരിക്കുകയൊക്കെ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ സ്വർണ്ണം പണയം ഇവൻ്റെ അടുത്ത് തരാൻ പറയാം, അപ്പോൾ ഞാൻ നിർത്താമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ സുധീഷാണെങ്കിൽ ഇങ്ങനെ ചാടിയൊക്കെ എണീറ്റിട്ട് പറയുന്നുണ്ട്, മിസ്റ്റർ അളിയൻ എന്താ വേണ്ടത്, സ്വർണ്ണം പണമല്ലേ, ഞാനിപ്പോൾ തരാമെന്നൊക്കെ പറഞ്ഞ് പുറത്തോട്ട് പോകും. സുധീഷ് പുറത്തോട്ട് വന്ന സമയത്താണെങ്കിൽ രാജീവനാണെങ്കിൽ അരുണിനെ പിടിച്ച് ബാക്കിലോട്ട് വലിക്കും കേട്ടോ. വലിച്ചിട്ട് പറയുന്നുണ്ട്, നീ ചുമ്മാ കുളവാക്കല്ലേ, ഇതിനകത്ത് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവന് ഇത്ര ധൈര്യമായിട്ട് അവൻ ഇങ്ങോട്ട് കയറി വന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ രാജീവൻ പറയുന്നുണ്ട്, എന്തായാലും ഇതിൻ്റെ പിന്നിൽ നമ്മളാന്നുള്ള കാര്യം ഒരിക്കലും നിധി അറിയാൻ പാടില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ സുധീഷാണെങ്കിൽ പോയിട്ടാണെങ്കിൽ നമ്മൾ സുഭാഷും നികേഷുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിധി സുഭാഷിൻ്റെ എന്താ ഇവിടെ, നികേഷ് നിങ്ങളെന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് സുധീഷാണെങ്കിൽ ബാക്കി നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ രാജീവനാണെങ്കിലും അതുപോലെ അരുണാണെങ്കിലും ചെറിയൊരു പേടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ രാജീവൻ പറയുന്നുണ്ട്, അത് ചെയ്ത് ആരാണെങ്കിലും അവരെ വെറുതെ വിടരുതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, അവരെ കണ്ടുപിടിക്കാൻ നിങ്ങൾ പാടുപെടണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സുധീഷാണെങ്കിൽ ഹരീഷിനെ വിളിക്കുന്നുണ്ട്. ഹരീഷാണെങ്കിൽ ഗുണ്ടയായിട്ട് അകത്തോട്ട് വരുന്നത്. അങ്ങനെ ഗുണ്ടയെ കാണുമ്പോഴത്തേക്കും നമ്മൾ അരുണാണെങ്കിലും നമ്മൾ രാജീവനൊക്കെ ആണെങ്കിൽ ചെറിയൊരു പേടിച്ചൊക്കെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പോലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.